ത്തോടും കൂടി കരുണ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയാണ് ഈ സ്ഥാപനം നടത്തിപ്പോരുന്നത്. ഈ സ്ഥാപനത്തോടനുബന്ധിച്ച് തന്നെ ഒരു സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രവർത്തിക്കുന്നുണ്ട്. വിദഗ്ധരായ 2 ഫിസിയോതെറാപ്പിസ്റ്റുകളും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റും പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ സേവനങ്ങൾ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നത് തികച്ചും സൗജന്യമായാണ്. കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുമായി സഹകരിച്ചാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിന്റെ ധനസഹായം കൂടാതെ ഉദാരമതികളുടെ സംഭാവനയും ലഭ്യമാക്കിയാണ് ഈ സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവുകൾ നടത്തുന്നത്. ഇനി നമ്മുടെ ജൂറി ഇന്ററാക്ഷനുള്ള സമയമാണ്. ചർച്ച ഇപ്പോൾ ആരംഭിക്കാം. ആദ്യമായി കണ്ണൻ സർ. അപ്പോൾ ആരോഗ്യ മേഖലയുടെ ഇപ്പോൾ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഭക്ഷണക്രമത്തിൽ പ്രത്യേകിച്ച് ഈ കീടനാശിനിയൊക്കെ ചേർന്നിട്ടുള്ള പച്ചക്കറികളൊക്കെ വയനാട് ഭാഗത്തു നിന്നൊക്കെ ഞങ്ങളുടെ ടൗണിലേക്കാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളും അതുപോലെ BP, ഷുഗർ അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത എന്നുള്ള നിലക്ക് എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം ഉൾപ്പെടെയുള്ള പ്രോത്സാഹനം, ജൈവ പച്ചക്കൃഷിക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ള, അതുപോലെ പ്രാദേശികമായിട്ടുള്ള ഈ മാംസം അതുപോലെ മുട്ട, പാല് ഈ രംഗത്തുള്ള കൂടുതൽ ഉൽപ്പാദനം കൈവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഒരു ഭാഗത്ത് ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. രണ്ടാമത് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ ക്യാമ്പയിൻ വർക്ക് ഞങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. വീടുകൾ കയറിയും അതുപോലെ കുടുംബശ്രീ ഉപയോഗിച്ചുകൊണ്ട് കൗമാരപ്രായമായ കുട്ടികൾക്കുള്ള ആ രൂപത്തിലേക്കുള്ള വലിയ ക്യാമ്പയിൻ വർക്ക് അതിൻ്റെ ഒന്നിച്ച് നടത്തിയിരുന്നു. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ? പൊതുശുചിത്വം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 7 സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന കുടുംബശ്രീ പ്രവർത്തകന്മാർ ഉൾക്കൊള്ളുന്ന ഒരു ടൗൺ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് പ്രത്യേകിച്ചുണ്ട്. അതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് കളക്ട് ചെയ്ത് അത് ബാംഗ്ലൂരേക്കാണ് അവിടുന്ന് കയറ്റി പോകുന്നത്. ഈ പഴകിയ സാധനങ്ങളൊക്കെ എടുത്ത് വിൽപ്പന നടത്തുന്ന ഒരു 5-6 പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ആരോഗ്യ ശുചിത്വ കമ്മിറ്റി, അത് കച്ചവട അസോസിയേഷന്റെ ആൾക്കാരും അതുപോലെ സന്നദ്ധ പ്രവർത്തകന്മാരും പഞ്ചായത്തും കൂടി ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന് പദ്ധതി പണവും വെച്ചുകൊണ്ട് ആ പണം ഉപയോഗിച്ചിട്ടാണ് ഇവർക്കുള്ള വേതനം. അതുപോലെ കച്ചവടക്കാരിൽ നിന്നുള്ള സഹായവുമുണ്ട്. ഒരു കച്ചവടക്കാരിൽ നിന്ന് ഒരു ദിവസം 1 രൂപ വെച്ച് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം 500 രൂപയോളം അവരുടെ സഹായവും കൂടിയാണ് ഈ സ്ത്രീകളുടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് വ്യാപകമായി ചേർന്നുകൊണ്ട് അങ്ങനെ മാലിന്യ സംസ്കരണ രംഗത്തും അതുപോലെ പൊതു ഇടങ്ങൾ ശുചിയാക്കി. ബയോഗ്യാസ് ഉണ്ടോ? ബയോഗ്യാസ് ഉണ്ട്. ഞങ്ങളുടെ മാർക്കറ്റിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇപ്പോൾ അവിടെ അനർട്ട് നിർമ്മിച്ച് തന്നിട്ടുള്ള ഒരു 5 ടൺ കപ്പാസിറ്റിയുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് കുറ്റിയാടി മത്സ്യ മാർക്കറ്റിൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നു. അംഗനവാടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണത്തിന് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് തരുന്ന വളരെ തുച്ഛമായിട്ടുള്ളൊരു ഇതാണല്ലോ ഇപ്പോൾ കൊടുക്കുന്നത്. അതിന് പുറമെ പഞ്ചായത്തിന് അവരുടെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉയർത്താനായിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ രംഗത്ത് ഞങ്ങൾ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അംഗനവാടികൾ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഇപ്പോൾ ഈ കൗമാരപ്രായക്കാർക്ക് ഒരു ഹീമോഗ്ലോബിൻ ടെസ്റ്റ് തന്നെ നടത്തിയതിന്റെ കൗണ്ട് കുറഞ്ഞവർക്ക് സ്പെഷ്യലായി പോഷകാഹാര വിതരണം നടത്തി. അംഗനവാടിയിൽ കൗമാരക്കാരല്ലല്ലോ വരുന്നത്, കൗമാരക്കാരും വരുന്നുണ്ട്. കൗമാരക്കാരുള്ള ഭക്ഷണവും അംഗനവാടികളിലാണ് കൊടുക്കുന്നത്. പക്ഷെ കുട്ടികളുടെ കാര്യം കഴിഞ്ഞിട്ടല്ലേ കൗമാരം വരുന്നുള്ളൂ. കുട്ടികൾക്ക് ഞങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം പൂർണ്ണമായിട്ടും അത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് കൊടുക്കുന്നത്. 23 അംഗനവാടികളിലും ശിശുമന്ദിരങ്ങളിലും പാലും നിലക്കടലയും സ്പെഷ്യലായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അവരുടെ കഞ്ഞിയും പയറും കൂടാതെ എല്ലാ അംഗനവാടി കുട്ടികൾക്കും കൊടുക്കുന്നു. മറന്നുപോയതായിരിക്കും പോലെ. പിന്നെ അപ്പോൾ അതേമാതിരി തന്നെ ഈ സ്കൂളിലത്തെ ഉച്ചഭക്ഷണത്തിന് എന്തെങ്കിലും ഇപ്പോൾ സാധാരണ ഗവൺമെന്റ് കൊടുക്കുന്നതുകൊണ്ട് കഞ്ഞി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ വക കറി വെക്കാൻ വേണ്ടി അതിന്റെ പച്ചക്കറി ആവശ്യമായിട്ടുള്ള ഫണ്ട് ഞങ്ങൾ പഞ്ചായത്തിന്റെ പദ്ധതി ഓൺ ഫണ്ട് നീക്കി വെച്ച് എല്ലാ സ്കൂളുകളിലും ഉച്ചഭക്ഷണത്തിന് സാമ്പാറും അല്ലെങ്കിൽ എന്തെങ്കിലും കറിയും ചോറുമാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ കൊടുക്കുന്നത്. എത്ര സ്കൂളുണ്ട്? 5 LP സ്കൂൾ, 2 UP സ്കൂൾ. 2 UP സ്കൂൾ. പിന്നെ അവിടെ പെൺകുട്ടികൾക്കും ടീച്ചർമാർക്കും മറ്റുള്ള കുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൂടി തന്നെ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്, കുടിവെള്ളം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല, ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. കാരണം നിങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ ആരോഗ്യമാണ്. കുറ്റ്യാടി ബസ് സ്റ്റാൻഡിൽ ഞങ്ങളിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായി അത് BOT അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഇവിടെ സ്ത്രീകൾക്ക് പ്രത്യേകവും പുരുഷന്മാർക്ക് പ്രത്യേകം സെപ്പറേറ്റുള്ള നല്ലൊരു
ടോയ്ലറ്റ് ഇപ്പോൾ കുറ്റിയാടി ടൗണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ സ്കൂളുകളിലും ഈ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ തന്നെയാണ്. അത് പഞ്ചായത്ത് ധനസഹായത്തോടു കൂടി തന്നെ അവിടെ എയ്ഡഡ് സ്കൂളിന് മുമ്പ് കൊടുക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ ശുചിത്വകാര്യത്തിന് ചിലവഴിക്കാമെന്ന് വന്നപ്പോൾ 3 സ്കൂളുകൾക്ക്, മറ്റുള്ളവർ മാനേജ്മെൻറ്റ് സ്കൂളാണ്. സർക്കാർ സ്കൂൾ ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. അത് ഹൈസ്കൂളായതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് തന്നെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ടോയ്ലറ്റ് അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. കുറ്റിയാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. LP UP അവിടെ എയ്ഡഡേ ഉള്ളൂ. അപ്പോൾ എയ്ഡഡ് സ്കൂളായിട്ട് പോലും ഞങ്ങൾ 3 സ്കൂളിന് ഞങ്ങൾ പഞ്ചായത്ത് ധനസഹായത്തോടു കൂടി തന്നെയാണ് അവിടെ മൂത്രപ്പുര നിർമ്മിച്ചു കൊടുത്തത്. വളരെ നല്ല കാര്യം. അപ്പോൾ പൊതുവിൽ പറഞ്ഞപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചതിലും ഇപ്പോൾ സ്ത്രീകളും അവർ ആരോഗ്യ പ്രവർത്തകർ സ്ത്രീകളാണ് അതിന് മുന്നിൽ. പിന്നെ NREGയിലും സ്ത്രീകളാണ് മുന്നിൽ. പിന്നെ ടീച്ചറെല്ലാം പിന്നെ സ്കൂളുകളിൽ അവരാണ് മുന്നിൽ. പഞ്ചായത്ത് ഭരണത്തിലും അവർ തന്നെയാണോ മുന്നിൽ? തീർച്ചയായും. ഞങ്ങളുടെ ജനറൽ പഞ്ചായത്തിൽ വനിതാ പ്രസിഡന്റായ അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ്. ആരോഗ്യ മേഖല താല്പര്യമെടുത്ത് വേറെ ആണുങ്ങളാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അങ്ങനെയല്ല പ്രസിഡന്റ് ഞങ്ങളെ അല്ല സാർ, എല്ലാവർക്കും കൂടി ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിലല്ലേ ഇത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഇവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശിച്ചതാണ്. സംസാരിക്കും, എല്ലാവരും പങ്കാളികളാകണം എന്ന. അല്ല, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ആരോഗ്യ മേഖല ടീച്ചറുടെ ഒരു സഹൃദയം കൊണ്ട് തന്നെയാണ് അവരെ സംസാരിക്കുന്നത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടി ഇടപെട്ടത് ഞാനായതുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അതിൽ എനിക്ക് അറിയേണ്ടത് ഈ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നു? കുറ്റ്യാടിയിൽ പ്രധാനമായിട്ടും ഒരുപാട് കുടിയേറ്റക്കാരുണ്ട് എന്ന് പറഞ്ഞു. കുടിയേറ്റക്കാർ വന്ന് താമസിക്കുന്നവരിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ അംഗങ്ങളായിരിക്കില്ല, കാർഡുകളൊന്നും ഇല്ലാത്ത കുടുംബങ്ങളായിരിക്കാം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ കിട്ടുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അവരുടെ ആരോഗ്യ പരിരക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേക പരിഗണന പഞ്ചായത്ത് കൊടുക്കുന്നുണ്ടോ? ഇമ്മ്യൂണൈസേഷൻ രംഗത്ത് ഞങ്ങൾ വളരെ മുന്നേറി. ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചടിയെ മറികടന്നുകൊണ്ട് ഞങ്ങൾ അവിടെ പൾസ് പോളിയോ വോളിബോൾ ടൂർണമെൻ്റ് അടക്കം വെച്ച പഞ്ചായത്താണ്. അതിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടി. അത് കാരണം അതിൽ ജനങ്ങളുടെ ഈ ആശങ്കകളത് പരിഹരിക്കുക എന്നുള്ളത്. ഇപ്പം പുതുതായിട്ട് അവരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ രജിസ്റ്ററും അവർ കുട്ടികളെ നിലവാരം എങ്ങനെയാണെന്നുള്ള അതാത് ആരോഗ്യ പ്രവർത്തകർ, ഞാനടക്കം ആരോഗ്യ പ്രവർത്തകർ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഓരോ സബ് സെൻ്ററുകളും ഹിമോഗ്ലോബിൻ ടെസ്റ്റ് എല്ലാ സൗകര്യങ്ങളുള്ളത് പഞ്ചായത്തിനെ നേരിട്ട് തന്നെ ഞങ്ങളതിൽ ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവന്നു. അംഗൻവാടികളിലും വരാത്ത കുട്ടികൾക്കും ഇതുപോലെ നിങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നുണ്ട് അതാണ് എനിക്ക് അറിയേണ്ടത്. വീടുകളിൽ പോയിട്ട് നടത്തുന്നുണ്ട്. ആശാ വർക്കർ എന്നൊരു പുതിയ NRH വന്നുകൊണ്ട് ആശാ വർക്കറുടെ ആയിട്ട് ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവിടെ ബഡ് സ്കൂളിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കാരുണ്യ കെയർ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റാണ്. അതിനോടനുബന്ധിച്ചാണ്. എന്താണ് അതിൻ്റെ സംഘാടനം? അത് സ്വകാര്യ സ്ഥാപനമായിട്ടാണോ പഞ്ചായത്തിന്റെ സ്ഥാപനമായിട്ടാണോ എങ്ങനെയാണ് നടത്തുന്നത്? അവിടെ ഞങ്ങൾ 2 സ്കൂളുകളുണ്ട്. ഒന്ന് ബഡ്സ് സ്കൂള്, അത് പൂർണ്ണമായിട്ടും പഞ്ചായത്താണ്. പഞ്ചായത്ത് 2 ലക്ഷം രൂപ ഓരോ വർഷവും അതിന് നീക്കിവെച്ച് കൊടുക്കുകയാണ്. അതിലാണ് 20 കുട്ടികളുടെ ഈ മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെ പരിചരിക്കുന്ന അവർക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടിയവരാണോ? ട്രെയിനിങ് കിട്ടിയ ടീച്ചറാണ് അവിടെ ഞങ്ങൾ. അവർക്ക് എത്ര വേതനം കൊടുക്കും നിങ്ങൾ? 3000 രൂപ ഒരു മാസം വെച്ച് കൊടുക്കും. ഒരാൾക്ക് 1500 രൂപയും വെച്ച് 2 പേരാണ് അവരെ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്പാസ്റ്റിക് സെന്ററാണ് അവസാനം കണ്ടിട്ടുള്ള വീഡിയോ. അത് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് അതിൽ പ്രധാനമായിട്ടും NRIs ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഭരണം നടത്തുന്ന ഇങ്ങനെ ഒരു സൊസൈറ്റി ഭരണം കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും പുറത്തുള്ള ഈ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ആള് കൺവീനർ ആയിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അവർക്ക് ഈ പഞ്ചായത്തിന്റെ ധനസഹായമല്ലാതെ മറ്റു വിധത്തിൽ വിഭവം സമാഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ? മുഴുവൻ പലരും സംഭാവന ചെയ്തതാണ്. അവിടെ JCC സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗൾഫ് മലയാളികളുടെ വലിയ സംഭാവന നടത്തിയിട്ടുണ്ട്. അവിടെ വലിയ ചെലവും വരുന്നുണ്ട്. ഇപ്പോൾ 2 ഫിസിയോതെറാപ്പിസ്റ്റിന് 15000 വെച്ച് മാസം കൊടുക്കണം, സ്പീച്ച് തെറാപ്പിസ്റ്റിന്. ഇപ്പോൾ അതിന് പുറമെ ഞങ്ങൾ അവിടെ മ്യൂസിക് തെറാപ്പി സിസ്റ്റമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള ജീവനക്കാർ തന്നെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഇവരെ കുട്ടികളെ പരിചരിക്കുന്ന ആളുകളുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം ആലോചിക്കണം കേട്ടോ. അവിടെയോ? ഇല്ല സാർ, അത് ഞങ്ങൾ ഇപ്പോൾ അടുത്ത ബഡ് സ്കൂളിൽ ഞാൻ പൊതുവേ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ സേവനം ചെയ്യുന്ന ആളുകൾക്ക് വേതനം വളരെ കുറവാണ്. ബഡ്സ് സ്കൂളിൽ ഇപ്പോൾ സർക്കാർ നിയമപ്രകാരം 3000 കൂടുതൽ കൊടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. അതാണ് ഞങ്ങളത് പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ അതിന്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് അംഗീകാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സിന് കൂടുതൽ ശമ്പളം കൊടുക്കാം. അല്ല പ്രസിഡന്റ്, ഇതിന് നിങ്ങളൊരു പ്രത്യേകിച്ചൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി അവരെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു അട്ടോണമസ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഇന്ന് പഞ്ചായത്തിൻ്റെ നിന്നും ഗ്രാൻഡ് സ്വീകരിക്കാം, പിന്നെ NRI മാതിരിയുള്ള ആൾക്കാരുടെയും ജനങ്ങളുടെയും നിന്ന് സംഭാവന സ്വീകരിക്കാം, ഗവൺമെൻറ്റിൻ്റെ വേറെ വല്ല ഗ്രാൻറ്റും കിട്ടണമെങ്കിൽ അതുമെല്ലാം സ്വീകരിക്കാം. അപ്പോൾ അതിനൊരു ലീഗൽ പേഴ്സണാലിറ്റി വേണം. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്റ്റിൽ പിന്നെ അവരെ രജിസ്റ്റർ ചെയ്ത്
അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി